ഈ വയസ്സൊക്കെ എനിക്ക് തോന്നുന്നു യാമിക്കുട്ടിയാണ്. ഞാനുണ്ടല്ലോ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പരിപാടി പ്ലാൻ ചെയ്ത പറഞ്ഞാൽ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മിക്കി ഞാനും കൂടിയാണ് പ്ലാൻ ചെയ്യല്. ഇത് ഞാൻ ഒറ്റക്ക് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഫോനൊന്ന് സൽക്കാരം വിളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മെയ് 2 ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ സമയത്ത് വിളിക്കാം. അപ്പോൾ ഇക്കാക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ആക്കാം, ഓനക്കൊരു സൽക്കാരം ആക്കാന്ന് കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും ഇക്കാക്ക് ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ്, അത് പണ്ട് മുതലേ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഗൾഫിലാവുമ്പോഴാണെന്നുണ്ടെങ്കിലും ആഴയിലും പോകുമ്പോൾ ഷർട്ടൊക്കെ കൊടുത്തേക്കും. എന്നിട്ട് ബർത്ത്ഡേ ബെഡിന്റെ അടിയിൽ നിന്ന് പൊന്തിച്ച് നോക്കിയിട്ട് ആ ഷർട്ട് എടുത്തോ പറയും. അങ്ങനെ പറ്റുന്ന പോലത്തെ ഒരു സർപ്രൈസ് എല്ലാ പ്രാവശ്യവും കൊടുക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു ഒക്കെ ഷോപ്പിൽ പോവുകയാണല്ലോ, അപ്പോൾ പോയി വരുമ്പോഴത്തേനും എല്ലാവരും ഇവിടെ സർപ്രൈസ് ആക്കിയിട്ട് റെഡി ആക്കി വെക്കാന്ന്. അപ്പോൾ ആദ്യം ഞാൻ കുറേ ആലോചിച്ചിട്ടോ വേണോ വേണ്ടേ ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ സാറൊക്കെ വിളിച്ചിട്ട് ആദ്യം ഫുഡ് ചോദിച്ചു, ഫുഡ് ഉണ്ടാക്കി തരുമോന്നൊക്കെ ചോദിച്ചു. സാറ് പറഞ്ഞു ഫുഡ് ഞാൻ ഏറ്റവും പറയാനുള്ളവരോടൊക്കെ പറഞ്ഞോന്നു. അപ്പോൾ പിന്നെ ഒരു ധൈര്യമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നൊക്കെ വിളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയാപ്പിളിനെയും പുതിയണ്ണിനെയും വിളിക്കണം. ഇതിനൊക്കെ എപ്പോഴും പറയാറുണ്ട് ഇക്കാൻ്റെ ഫ്രണ്ട്സിനെ വിരുന്ന് കൊടുക്കണം, ഫ്രണ്ട്സിനെ വിരുന്ന് വിളിക്കണം എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ ആലോചിച്ചു ഫ്രണ്ട്സിനൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. പിന്നെ കല്യാണ ചക്കൻ്റെ ഉമ്മിപ്പി, അതായത് മൂത്തച്ഛനും മൂത്തച്ഛിയും, പിന്നെ അവിടുത്തെ എല്ലാവരും കേട്ടോ, അവിടുത്തെ 3 മക്കളും മരുമക്കളും എല്ലാവരും വിളിക്കാൻ വിചാരിച്ചു. പിന്നെ ആ മൂത്തച്ഛൻ്റെ തന്നെ, അതായത് ആ താത്താൻ്റെ തന്നെ വീട്ടിലത്തെ നാത്തൂമാരുണ്ട് കേട്ടോ. അപ്പോൾ ഓരെപ്പോഴും കല്യാണങ്ങൾക്കും പരിപാടികൾക്കൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും. പിന്നെ ഓരെപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കൊടുക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഓലയും ഇങ്ങോട്ട് ഒന്ന് വിരുന്ന് വിളിക്കണം. അപ്പോൾ ഇത് അതിന് പറ്റിയൊരു ചാൻസാണ് തോന്നുന്നു. ഞാൻ ഈ വിരുന്നിന് ഓലയും കൂടെ വിളിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെ ഒരു നാത്തൂനല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ നാത്തൂനും മോളയും കൂടി വിളിക്കണം, അതുപോലെ മണിപ്പാനും വിളിക്കണം, അതുപോലെ തറവാട്ടിലുള്ള ഇളയച്ചിനെയും വിളിക്കണം. പിന്നെ മൂത്തച്ഛനക്ക് 2 മക്കളാണ്, അപ്പോൾ ഓരെ വിളിക്കണം. പിന്നെ അതിൻ്റെ അടിയത്തെ മൂത്തച്ഛൻ്റെ 2 മക്കളെ വിളിക്കണം. അങ്ങനെ ഫാമിലിയിൽ നിന്ന് മൊത്തത്തിൽ എല്ലാവരും കേട്ടോ. പിന്നെ ഞങ്ങളെ അമ്മായിനെയും വിളിക്കണം. അമ്മായിക്ക് അങ്ങനത്തെ ഒക്കെ കാണുന്നതും കേൾക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മായിനെയും കൂടി വിളിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കണക്കൂട്ടി വെക്കുമ്പോൾ അങ്ങനെ 10-30 ആൾക്കാർ, 10-30ന്റെ മുകളിൽ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടണം. അപ്പോൾ സാറൊക്കെ വിളിച്ച് ഫുഡ് ഏൽപ്പിച്ചു. വിളിക്കാനുള്ളവരോടൊക്കെ പറഞ്ഞു. ഇക്കാരൻ്റെ ഉമ്മാനോട് പറഞ്ഞോട് പറഞ്ഞിട്ടില്ല കേട്ടോ, കാരണം ഓലെപ്പോഴും ഇക്കാരോട് ഇങ്ങനെ സംസാരിക്കണതാണ്. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ പറയാൻ ചാൻസ് ഉള്ള കുറച്ച് ആൾക്കാരോട് പറഞ്ഞിട്ടില്ല. ബാക്കി താത്താനോട് ആദ്യം തന്നെയാണ് പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് താത്താന്ന്. അതേപോലെ നാത്തൂനോടും പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു ഞങ്ങൾക്ക് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനെ സപ്പോർട്ടായപ്പോൾ എനിക്കും ഭയങ്കര സമാധാനമായിട്ടോ. അങ്ങനെ നമുക്ക് പരിപാടിയൊക്കെ സെറ്റാക്കണം. ഇപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ചയാണ് കേട്ടോ പരിപാടി ഉള്ളത്. അപ്പം ഇനി ഒക്കെ റെഡി ആക്കണം. അപ്പോൾ ഇത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കാട്ടണമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. നമ്മളെ പണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു രസം. അതൊക്കെ ഇങ്ങനെ എന്ത് കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വീഡിയോ ആക്കുമ്പോൾ വ്ളോഗ് ഇല്ലാത്തവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കും. നമ്മൾക്ക് വ്ളോഗും കൂടി ഉള്ളതുകൊണ്ട് അതിനൊരു കൂടുതൽ സന്തോഷമാണെന്ന് മാത്രം. അപ്പം നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ ഞാൻ അറിയാതെ വാങ്ങിച്ചാട്ടോ. ഇങ്ങനത്തെ ഒരു കളറിൻ്റെ ഡ്രസ്സിന് ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തേക്കാണ്. ഒരു പീസ് യാമക്കുട്ടിയുടെ ഡ്രസ്സുമ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2.25 എടുത്തിട്ടുണ്ടായി. കളർ ഇക്കാക്ക് ഇഷ്ടമാവും. ഇത് വീഡിയോയിൽ കാണുന്നൊരു കളറല്ല. അപ്പോൾ ഇക്കാൻ്റെ പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു കുർത്ത ഇക്കാക്ക് പെർഫെക്റ്റ് ഓക്കെയാണ്. അപ്പോൾ ഈ സൈസിൽ ഇക്ക തയ്ക്കാൻ കൊടുക്കുന്ന ആളത്ത് കൊടുക്കാൻ പോകാനായിട്ട് ഇക്കടപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തേക്കട്ടെ. ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പോപ്പർ പൊട്ടിക്കലും പൊട്ടാതിരിക്കലും ഒക്കെ മസ്റ്റ് ആണല്ലോ. ഞാൻ ഇത് ഓർഡർ ചെയ്തതാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് പൊട്ടിയാൽ മതിയായിരുന്നു. യാമിക്കറിയില്ലല്ലോ ഇത് എന്താണെന്ന്. ആ ഒരു സാധനം കൂടെ ഉണ്ട്, അത് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ പോപ്പർ എത്തി, ഷർട്ട് അടിക്കാൻ കൊടുത്തു. എല്ലാവരോടും പറഞ്ഞു. കുറച്ചാൾക്കാരെ പറയാതെ വെച്ചിട്ടുണ്ട്. അവരോടൊക്കെ നാളെ പറയുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. ഞങ്ങൾക്ക് ബർത്ത്ഡേക്കുള്ള ഇടാനുള്ള ഡ്രസ്സ് അടിക്കാൻ പോകണം. ഡ്രസ്സൊക്കെ തന്നെ രാത്രിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിരുന്ന് അടിക്കണം. ഞാൻ ഈ ഒരു മെറ്റീരിയൽ കുറെ മുമ്പ് എടുത്തതാ, ബർത്ത്ഡേക്ക് വേണ്ടി എടുത്തതൊന്നല്ല കേട്ടോ. ഒരു ടെസൽസ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ട് ഡ്രസ്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇക്കാക്ക് ഈ ഒരു ഷർട്ട് എടുത്തത്. യാമിയുടെ ഡ്രസ്സിന് ഇവിടെ കൊടുക്കണം. ഈ ഡ്രസ്സൊക്കെ വേഗം തയ്ക്കട്ടെ. ഡ്രസ്സ് തയ്ക്കൽ പിന്നെ എനിക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ ഉള്ള കാരണം അതിന് പ്രത്യേകിച്ച് കാരണം പറയേണ്ടതൊന്നുമില്ല. ഒഴിവുണ്ടാകുമ്പോൾ തയ്ക്കാൻ എപ്പോഴും ഒരു റണ്ണിങ് മെറ്റീരിയൽ ഇവിടെ സ്റ്റോക്ക് ആക്കാര്. ഇക്കാൻ്റെ ഷർട്ട് അടിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇക്കാൻ്റെ ബർത്ത്ഡേ കുർത്തട്ടോ. ഇക്ക കഴിഞ്ഞ ദിവസം തുണികൾ മടക്കി വെക്കുമ്പോഴേ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഷർട്ട് മടക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള ഷർട്ട് എവിടെ കുർത്ത എവിടെ പോയി അറിയുന്നുണ്ട്.
അതവിടെ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വേഗം മുങ്ങി. പെട്ടെന്ന് ചിരി വരുവേ, ചിരിച്ചാൽ പോയില്ല. എന്താ ഞാൻ ഇതൊരു ബർത്ത്ഡേയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ ശനിയാഴ്ച നമുക്ക് വേറെ പരിപാടിനെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പോൾ ഇക്കായിരിക്കും അപ്പോൾ ശനിയാഴ്ച എൻ്റെ പരിപാടിയൊന്നും ഇല്ലല്ലേ അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ശനിയാഴ്ച എന്തേലും വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ തോന്നിട്ടോ ഇക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. കാരണം എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഓർത്ത് വെക്കാറുണ്ട്, സർപ്രൈസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്നായിരിക്കാൻ വേണ്ടി ഇക്ക ഇന്ന് ചോറ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലക്ക നാളെ നിങ്ങളെ ബർത്ത്ഡേ നിങ്ങൾ എന്തോ പറയായിരുന്നു? എൻ്റെ ബർത്ത്ഡേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ലേ? നിങ്ങളത് പറഞ്ഞില്ലല്ലോ, നമുക്കൊരു വ്ളോഗൊക്കെ പ്ലാൻ. ഇനിയിപ്പോൾ വ്ളോഗൊന്നും വേണ്ട, എല്ലാ കൊല്ലവും ഇങ്ങനെ അങ്ങനെ വേണ്ടാന്നൊക്കെ ഇക്ക അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ നാളെ ഒന്നും ഇല്ലല്ലേ, അവൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുള്ളൂ ബർത്ത്ഡേ എന്നുള്ളത്. കുറേ മുമ്പ് ഓർത്തെങ്കിലല്ലേ ഉള്ളൂ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ റെഡിയാക്കി. പക്ഷേ ഞാനിങ്ങനെ ഇവിടെ ഷർട്ടൊക്കെ റെഡിയാക്കി വിരുന്നാരെ വിളിക്കണോ ഫുഡ് ഓർഡർ ചെയ്യണോ ഇതൊന്നും എനിക്കറിയണില്ല. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഈ വീട് പണി നടക്കുക കാരണം ഞങ്ങൾ മുകളിലിരുന്നു. അന്നൊക്കെ ഐഫോണാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ഐഫോൺ ഞാൻ സർപ്രൈസ് ആയിട്ടാണ് കൊടുത്തത്. അത് നിങ്ങൾക്കും കൂടി സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വെച്ചത്. ഞാൻ വീടിൻ്റെ അവസാനം വരെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എല്ലാവരും വിളിക്കണതാണ് സർപ്രൈസ്. ഷോപ്പിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും കൂടി ഒക്കെ കാണണം, അതാണ് സർപ്രൈസ്. പറയാൻ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു, എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫുഡിൻ്റെയും കേക്കിൻ്റെയും ഒക്കെ പറഞ്ഞു. അതാ എൻ്റെ ഡ്രസ്സ് റെഡിയായി, യാമിൻ്റെ ഡ്രസ്സ് റെഡിയായി, സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കളർ കോമ്പിനേഷൻ. ഇങ്ങനെ അവിചാരിതമായി വന്നൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് 2-3 കാര്യത്തിലെ ടെൻഷൻ. ഒന്നാമത് എനിക്കിതൊക്കെ ഭയങ്കര ഒരു കാളലാണ് കേട്ടോ. വിരുന്നേരമൊക്കെ വരുമ്പോഴും ഇതാകുമ്പോഴൊക്കെ അതല്ല മെയിനായിട്ട് എനിക്ക് ഭയങ്കര ചിരി വരും. അപ്പോൾ ഈ വ്ളോഗിൽ മൊത്തത്തിൽ ചിരിയാകുമോ എന്നൊരു പേടിയുണ്ട്. പിന്നെ ഒരു വളിഞ്ഞ ചിരിയൊക്കെ, അതായത് ഇങ്ങനെ ഈ സർപ്രൈസ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വളിഞ്ഞ ചിരി ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ 32 പല്ലും കഴിയിട്ടുണ്ട് ചിരി ഇഷ്ടമല്ലാത്തൊരു ചിരി, അതുകൊണ്ട് കാണിച്ചു തരാനും കൂടി പോയി ആ ചിരി ഇങ്ങനെ ഉണ്ടാവും. അതായത് അറിയാതെ ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അതൊക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ നിന്നൊരു തോന്നൽ കേട്ടോ. എന്തായാലും നാളെ ആവാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. നാളൊക്കെ കടയിലേക്ക് പോകുന്ന സമയത്ത് ഇക്കാക്ക് ഷർട്ട് കൊടുത്തുകൊണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണ പോലെ. പക്ഷെ നമ്മൾ മുമ്പേ തുടങ്ങിയത് ഇപ്പോൾ ഇക്കാക്ക് അറിയില്ലല്ലോ. അപ്പോൾ മെയ് 2 ശനിയാഴ്ച എന്താണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ദിവസം. കാത്തിരുന്ന എക്സൈറ്റ്മെൻറ്റ് ഡേ. സംഭവം ശനിയാഴ്ച ആണെങ്കിലും വീഡിയോ വരെ ബുധനാഴ്ച കേട്ടോ. എല്ലാ ബുധനാഴ്ചയല്ലേ നമ്മളെ വീഡിയോ. ഇക്ക കുളിക്കാൻ കയറിക്കാണ്ട് കുളിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബർത്ത്ഡേ ആണല്ലേ മറന്നുപോയി എന്ന് പറഞ്ഞു. അതായത് ഒട്ടും സംശയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റുമ്പോൾ എൻ്റെ ഡ്രസ്സ് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് ചെറുതായിട്ടൊരു വ്ളോഗൊക്കെ എടുക്കുക, നമുക്കൊരു ബിരിയാണി വെക്കാം, ഇന്നത്തെ ദിവസം പിന്നെ വേറൊരു ദിവസം വിശേഷമൊക്കെ കൂട്ടിയിട്ടൊരു വ്ളോഗ് ആക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബിരിയാണി വെക്കാൻ ചിക്കൻ വരെ ഏൽപ്പിച്ചിരിക്കണം. ചിക്കനുണ്ട് നമുക്ക് പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ, ഒട്ടും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി. കാരണം ഇന്നിവിടെ ഞാൻ ബിരിയാണി വെക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് വരണ്ടെന്നും ഒക്കെ പറയണം. അപ്പോൾ ഇനി ഡ്രസ്സ് കൊടുക്കട്ടെ കേട്ടോ. നിക്കാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒക്കെ ഷോപ്പിൽ പോകാൻ ഒരുങ്ങാണ് കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് വേറെ ഷർട്ട് ഇട്ടാൽ മതിയായിരുന്നു. വേറെ ഷർട്ട് ഇടുന്നേരം അങ്ങക്ക് അറിയാലേ ഞാൻ വേറെ ഷർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. ഇന്നിപ്പോ ഷർട്ടൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ച് സങ്കടത്തോടെ നിങ്ങളൊന്നും മടക്കണതില്ലേ. എന്നാലും ഉള്ളൊരു ഷർട്ടെങ്കിലും ഒരു ടീഷർട്ടെങ്കിലും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ? അല്ലേ ഇറക്കം കൂടുതലുണ്ടോ കുറച്ച്? ഞാൻ വേഗം ഒന്നും മടക്കി വെച്ചിട്ടെ. വേഗം മടക്കി വെച്ചേ. നമ്മളെന്തായാലും പുറത്തു പോവല്ലേ, അത് സാറല്ല. ഒരു പൊടിക്ക് കൂടുതലാണ് കേട്ടോ. ഒരു ഇത്തര ഇങ്ങനത്തെ മെറ്റീരിയലാണ് ഞാൻ ശരിക്കും തരയില്ല ഈ സാധനം. ഞങ്ങൾ ഉച്ചക്ക് വന്നിട്ട് നമ്മൾ പോകുമ്പോ ഇടാല്ലേ. അപ്പത്തേക്ക് ഞാൻ ഇത് ഇറക്കം കുറച്ച് വെക്കാം. അന്ന് നമ്മള് പെരുന്നാളൊക്കെ മറ്റേ ഇത് എടുക്കാൻ പോയില്ല, കർട്ടൻ മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോ അവിടെ നിർത്തതാണോ സംശയമുണ്ട്. ഷോപ്പിൽ നിന്ന് അർജന്റായിട്ട് പോയിട്ട് കർട്ടൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ സമയത്ത് അല്ലേ. പക്ഷെ ഇത് ഇജ്ജടിച്ചതാ, ഞാൻ അടിച്ചതൊന്നുമല്ല. സൂപ്പറാണ്. വേഗം വരുമൊന്നും വേണ്ട കേട്ടോ. ബിരിയാണി വെക്കലൊക്കെ കഴിഞ്ഞൊന്നും ഇല്ലെങ്കിൽ ആകെ കൊളാവും. പിന്നെ ഞങ്ങള് ബിരിയാണി തിന്നാതെ ഷോപ്പിലേക്കൊക്കെ പോകേണ്ടി വരും. 1 മണിക്കാണ് ഇനി വെള്ളണോ? അല്ല 1 മണിയാകുമ്പോ സെറ്റാക്കാം. ഓക്കെ ബൈ. ഒരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കുട്ടീനെ കുളിപ്പിച്ചു. അടിച്ചിട്ടില്ലേ? മേലെ അടിച്ചിട്ടില്ല. ഇപ്പൊ ഈ നട്ടുച്ചക്ക് നിങ്ങൾ അടിച്ചൊരു കുഴങ്ങും.
അപ്പം ഇതാ ഡ്രസ്സൊക്കെ മാറ്റിട്ടോ, വിയർപ്പി കൂടെ ഡ്രസ്സ് മാറിയിട്ടാകെ ഉണ്ണിക്കണ്ണൻ്റെ പോലെ ഇരിക്കുന്നു. ഞാൻ ഇതിലേക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് എൻ്റെ ആ നീലമാല ഇട്ടിരിക്കുന്നത് കണ്ടോ, ഈ നീല ടെസലിന് നീലമാല. അപ്പം നിങ്ങൾക്ക് ഈ വയസ്സക്കാലത്ത് തന്നെ ഈ മാലൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഇട്ടോ. അപ്പോൾ മാല എന്ന് വിചാരിക്കേണ്ട, ഹഴുത്തുമ്മ ഡിസൈനുള്ള ഡ്രസ്സൊക്കെ ഇടൂലേ, അപ്പോൾ അതേപോലത്തെ ഒരു ഡിസൈനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. ഒരു ഡിസൈനും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് തയ്ച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു മാല ഇടാം എൻ്റെ ഉദ്ദേശം. ശരിക്കും അങ്ങനത്തെ മാല ഇടുമ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഇടാൻ പറ്റൂല. പക്ഷെ ഇനിയിപ്പോൾ അതൊന്നും എനിക്ക് തയ്ച്ചെക്കുന്നില്ല. അതിന്റെ റിൻഷ് ഉണ്ടാക്കിയതടി നാത്തൂന്റെ മോള് ബൊക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊക്ക് കൊടുക്കാനുള്ള അത്ര. പിന്നെ അവള് വേറെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗിഫ്റ്റിനുള്ള ആള് യാമിയാണല്ലോ, അപ്പൊ യാമിനെ ഉദ്ദേശിച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഓള് കൊടുക്കുക. നസീർത്തെ കട നല്ല ജ്യൂസ് ഉണ്ടാക്കണ തിരക്കില് യാമിന്റെ ഡ്രസ്സ് കാണിച്ചെടുത്താ, യാമിന്റെ കാണിച്ചെടുക്കുക. ഇത് യാദൃശികമായിട്ട് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ഞാൻ എന്നോട് ഇങ്ങനത്തെ ബലൂണ് കൊണ്ടുവരാനൊക്കെ ബലൂണ് തൂക്കാൻ പോവാ അല്ലേ മോളിക്ക്. ഞങ്ങൾ കുറച്ച് ടീമുകള് ബലൂണ് ഉറപ്പിക്കാൻ വന്നിക്കുക. ബലൂണ് ഉറപ്പിക്കുന്നതിന്റെ ഒപ്പം ഇക്കാക്ക് ഷർട്ട് ഒന്ന് കൊടുത്തതായിരുന്നു. ഞാൻ എന്നോടാ പറയണേ. അപ്പേ അയക്ക് തോന്നുന്നു. വിരുന്നേരൊക്കെ കുറെ വന്നു കേട്ടോ, ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ. വിരുന്നേരൊക്കെ വന്ന് താത്താന്റെ നാത്തൂന്മാരും വന്നവർക്കാർക്കും വെള്ളമൊന്നും കൊടുത്തിട്ടില്ല. ബലൂണൊക്കെ സെറ്റ് ആക്കട്ടെ എന്ന് വെച്ചിട്ട് ഇല്ലല്ലേ. എല്ലാരും സർപ്രൈസ് പൊളിയോ എന്നുള്ള പ്ലാനിൽ ഓരോരുത്തരും ചെരുപ്പ് മാറ്റിയേക്കൽ ഇതാക്കണം തിരക്കായിക്കൂടെ. അൻഷുമോള് വന്നത് അപ്പോഴേ വേഗം വിളിച്ചു ചോദിക്കാം, അൻഷുമോൾ എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്ന്. അപ്പൊ പിന്നെ ഓള് മൈലാഞ്ചി ഇടണമെന്നേറ്റ് പറഞ്ഞിരുന്നു. ഓരോന്നായിട്ട് പോകുന്നാവാ. ഈ വാതിലിന്റെ ഭാഗത്തേക്കായിട്ട് വെച്ചാ പിന്നെ ഞാൻ വരുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ വേഗം എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടാവും. അപ്പൊ ക്യാമറ ഇങ്ങോട്ട് ഇക്കാട് മുഖം കാണുന്ന ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ. പുതിയപ്പള സൽക്കാരത്തിന്റെ പുതിയപ്പള കേട്ടോ. പുതിയ അവിടെ മുകളിലാണ് വരുന്നുണ്ട്. കൊടുത്തോളൂ കേട്ടോ. ഞാൻ ബർത്ത്ഡേ പോയി വരുന്നുണ്ട് കേട്ടോ. പിന്നെയൊക്കെ ഉണ്ട് ഇവിടെ. മറക്കതല്ലേ അമ്മായിനെ കണ്ടില്ലേ. കണ്ണെന്താ ഒരു പോന്നിക്ക പട്ടിക്കാടത്തിന് പോകുന്നില്ല. വണ്ടികള് നോക്കട്ടെ. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ചെരുപ്പൊക്കെ കാണുന്നുണ്ട്. അത് ശരി, ബർത്ത്ഡേ പരിപാടികളില്ലേ. സർപ്രൈസ്. നിങ്ങളിപ്പോ എത്ര വയസ്സായി വല്ല കഥയുണ്ടപ്പോ നിങ്ങക്ക്? അങ്ങനെ പെറ്റി കൂട്ടാനല്ല സാറ കേക്ക് കൊണ്ട് വരുന്നുണ്ട്. നിങ്ങളെ കണ്ടപ്പാടെ നിർത്തിയതാണ്. മോളി വെച്ച് കേക്ക് മുടിക്കാടെ ഏസിട്ട് ചിക്ക. ഹാപ്പി ആയോ കേക്ക്? സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. രാവിലെ പോകുമ്പോ ഒന്നും തോന്നിയിട്ടില്ലല്ലോ. രാവിലെ പോകുമ്പോഴൊന്നും തോന്നിയിട്ടില്ല. രാവിലെ പോകുമ്പോ എന്താ തോന്നുന്നത്? ഞാനല്ലേ ആകെ ഒരു കിലോത്തിന്റെ ചിക്കനും പേടിച്ചിട്ടല്ലേ എടുത്ത് പോയിക്കണത്. ഞാൻ നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ആ ചിക്കൻ ഏൽപ്പിച്ചത്. നിങ്ങൾക്ക് ഒരു തുള്ളി പോലും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിട്ട്. ബായിട്ടോ. പിന്നെ ബർത്ത്ഡേ സർപ്രൈസിന് സഹായിച്ച സാറേന്. അതിപ്പോ നമ്മളെ വിചാരിച്ചമാരല്ല, വിചാരിച്ചോടത്തൊക്കെ പിടുത്തം വിട്ടു. കുറച്ചാൾക്കാരെ മാത്രമേ ഉള്ളൂ കേട്ടോ താഴത്ത് കാണിച്ചിട്ട്. ബാക്കി വരുന്നവർ മുഴുവൻ മുകളിലാണ്. ഓരാളുകളുടെ കുട്ടികളും മക്കളൊക്കെ പിടിച്ച് അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ മുറിക്കുമ്പോ അതിൻ്റെതായില്ല.
ഹാപ്പി നമ്മള് പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ കേട്ടോ. നമ്മള് പിന്നെ തൈരിന് പാത്രം കിട്ടില്ല. വിരുന്നേരനെ കേട്ടോ പാത്രമൊക്കെ കഴുകണേ. അവിടെ രണ്ട് വലിയ കൊണ്ടുപോയി ഞാനല്ലേ ബർത്ത്ഡേ പോയി ഇപ്പൊ മറ്റേ കാരണം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി വരാൻ പറയാം നിങ്ങളായിക്കോളെ. ഇനി വടമ്പലും ഇതാക്കലും സെറ്റാക്കലും ഞാൻ എന്ത് തുടങ്ങിയതെന്ന് അറിയാം ഇതിന്റെ പ്ലാനിങ്. അതെ, പക്ഷെ നമ്മളറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിങ്ങളുടെ പഠിത്തം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അറിയില്ലേ. അപ്പൊ ഇപ്പൊ മലപ്പുറത്ത് കൊണ്ടുപോകാൻ വയ്ക്കാം. ഗ്യാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ കാണിച്ചു കൊടുത്തിട്ടുണ്ടേ മുത്തച്ഛയൊക്കെ പോരെ കാണിച്ചു മോളെ. കുറച്ചാൾക്കാർ ടേബിളും വരുന്നോളൂ, ബാക്കിയുള്ള ബോഫായിട്ട് കരുതി പിടിക്കേണ്ടി വരും. ഇന്നിപ്പോ എന്നും ഇല്ലാത്ത മഴ കേട്ടോ, നല്ല ഇടിമഴയുണ്ട്. മാനസം തേങ്ങും റൂകുഴിലും പിന്നെ സുജൂദിലും. എല്ലാരും പോവട്ടോ. അങ്ങനെ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. എന്നിട്ടൊന്നുണ്ട് നല്ലൊന്നുണ്ട് ഉറങ്ങി നീച്ചിട്ടോ. ഇനി വൈൻഡപ്പ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റാന്ന് വെച്ചിട്ടാ ഇക്ക എല്ലാവരും കൊണ്ടാക്കാൻ പോയിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് സൂപ്പർ, അടിപൊളി. നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ. റസ്കാക്കിന്റെ ഗിഫ്റ്റ് വയസ്സാം കാലത്തും ബർത്ത്ഡേ ഗിഫ്റ്റ്. ഡബിൾ ഷർട്ടാണല്ലോ. ഞാൻ ഒന്നും ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതുപോലെ എന്താ മിഠായികളാണെന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ കണ്ണി പൊളിക്കല്ലി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് തോല സർപ്രൈസ് ഗിഫ്റ്റുകൾ. മിഠായിയും കടലും ഇങ്ങനത്തെ മുട്ടായികളൊക്കെയാണ് ഇപ്പൊ. പഴയ മുട്ടായികളൊക്കെ വയറെണ്ണ വന്ന പോലെയാണല്ലോ നിങ്ങളെ വയറ്. അത് അപ്പൊ തന്നെ പൊട്ടിച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് എല്ലാവർക്കും തിന്നായിരുന്നു. എല്ലാ ഐറ്റംസും. നമുക്കൊരു മുട്ടായി കട തുടങ്ങിയാലോ? ആ കുട്ടികൾ തുടങ്ങിയത്തെ ഇക്കാട്ട് ഫ്രണ്ട്സിനും കൂടെ വിചാരിച്ചിട്ടോ. ഫ്രണ്ട്സായിരുന്നു മെയിൻ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ ഫ്രണ്ട്സ് സെറ്റ് ആയില്ല. അത് സെറ്റ് ആവാതിരുന്നത്. ഞാൻ ഇതുവരെ അതും ഉണ്ടാവും എന്നാ വിചാരിച്ചത് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഞാനില്ലാതെ ഒറ്റക്കാണ് മാനേജ് ചെയ്ത് കേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത് ഓളാണ്. അതുകൂടി വേണമെങ്കിൽ നമ്മൾ പറയാനല്ലോ. അപ്രസിറ്റ് ചെയ്തു. യാമിക്കുട്ടി നെയ്ച്ച് യാമിക്കുട്ടിക്ക് ഇഷ്ടം പോലെ മിഠായികളോട് ഏറാണ് കേട്ടാ നോക്കാജ്. അങ്ങനെ ബർത്ത്ഡേ അടിപൊളിയായി കഴിഞ്ഞു. അടിപൊളിയായോ? ഒന്നും പറയാല്ല, നമ്മളെ ബിരിയാണി മാതിരിയായി. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്തായിരുന്നു സർപ്രൈസ്? കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മള് ഫോണ്. ഈ ബർത്ത്ഡേക്ക് ഒരു സമ്മാനം കൂടി തന്നാലോ? എന്താ സമ്മാനം? ഇനി സമ്മാനം ഒന്നും വേണ്ട. ഒരു സമ്മാനം കൂടി തരാം. ഇനി സമ്മാനം ഒന്നും വേണ്ട. ഉണ്ടായിരുന്ന അഞ്ച് സമ്മാനം ഒന്നുമില്ല. ഒന്ന് പെയ്ക്കാവുന്നത് ഒരു സമ്മാനം തന്നില്ലാന്ന് വേണ്ട. സമ്മാനം പറഞ്ഞ പൊലിവാക്കരുതോ. എന്താക്കാര് എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ. അങ്ങനെ 3 സർപ്രൈസ് ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ അതിന്റെ ഇടയിലെ സർപ്രൈസ് ഉണ്ടോ? ആകെ പൊലിയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഉണ്ടായതേ. അവസാനാണ് ഞാൻ ഐഫോൺ കൊടുത്തത്. സംഗതി ആളെ പറ്റിട്ടുണ്ടോ? ഇത് ഏതായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് കുട്ടിയുടെ മുടി എന്നാണ് ചെയ്ത് കൊടുക്കാം. സർപ്രൈസ്. ഇതെന്താ സർപ്രൈസ്? റാഡോ ഇതൊന്നല്ലായിരുന്നു സർപ്രൈസ്. ഇതാണ് സർപ്രൈസ്. പപ്പക്കുള്ള ഗിഫ്റ്റ്
ഈ ഗിഫ്റ്റ് വീഡിയോ കാണുന്നവർക്കും ഇന്ന് വന്നവർക്കും ഒക്കെ ഒരു സർപ്രൈസ് ആണ് കേട്ടോ. മലബാർ ഗോൾഡ് വിളിച്ചിട്ട് ഓൺലൈനായിട്ട് തന്നെ അവർ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ പൈസ അയച്ചു കൊടുത്ത് അവർ വീട്ടിൽ കൊടുന്നേരാന്ന് പറഞ്ഞു കേട്ടോ. നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ മതി. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ഇട്ട് വീട് ഒളിപ്പിച്ചു വെക്കലാണ് ടാസ്ക്. കറക്റ്റാ ഉണ്ടായിരുന്ന ഒരു ആഡോ വാച്ച് മുൻപ് കേട്ടോ. പിന്നെ ആ വാച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് നമ്മൾ കൊടുത്തൂലേ. ഇക്കാക്ക് കൊടുക്കാൻ പറ്റിയ മൂന്ന് സാധനങ്ങളായിരുന്നു ഇക്കാക്ക് കൊടുക്കാൻ പറ്റിയത്. ഒരു ഐഫോണ്, പിന്നെ ഇക്കാക്ക് ഈ റൈബാന്റെ കൂളിംഗ് ഗ്ലാസ്. ഇപ്പൊ അടുത്ത് പഴയ കൂളിംഗ് ഗ്ലാസിന് ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കി. അപ്പൊ ഞാൻ ചോദിഞ്ഞ അത് കൊടുക്കാണ്ട് പിന്നെ റാഡോ വാച്ചാണ്. അപ്പൊ ഇനി റാഡോ വാച്ച് ഒപ്പിക്കണം എന്ന് വിചാരിച്ചു ഇതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു. ഇനി ഈ വ്ളോഗ് മുഴുവൻ കണ്ടാലാ നിങ്ങൾക്ക് ഈ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് എങ്ങനെയൊക്കെ. വ്ളോഗ് കാണുമ്പോ ഞാനില്ലാതെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. അപ്പൊ എന്തായാലും ഈ സർപ്രൈസ് കഴിഞ്ഞ നമ്മളെ എന്താ പറയാ ഫോണ് കിട്ടിയ അതേപോലെ അതിനേക്കാൾ ഒന്നുകൂടി ആളെ തളർത്തി കളഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാല് ആളെ തളർന്നു. ഇന്നത്തെ സർപ്രൈസ് ഇതായിരുന്നു കേട്ടോ. ഈ റാഡോ വാച്ചൊക്കെ കെട്ടിയിട്ട് വലിയ മുതലാളിയായിട്ട്